നമസ്തേ, ഞാൻ ഹരിഗോവിന്ദൻ നമ്പൂതിരി, പുതുമനയില്ലം, കാഞ്ഞങ്ങാട്. ആസ്ട്രോ വൈഷ്ണവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചൊവ്വാദോഷത്തിൻ്റെ ഒരു വീഡിയോ ആണ്. അത് നിങ്ങൾ മുഴുവനായിട്ടും കാണണം. കണ്ട് അതിനകത്തുണ്ടാവുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാം. ജ്യോതിഷ വിശ്വാസികൾക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ചൊവ്വാദോഷം. അപ്പോൾ നമ്മളെ അടുത്ത് ജാതകം കൊണ്ട് വരുന്നവർ ചോദിക്കും, എൻ്റെ മോളുടെ ജാതകത്തിൽ ചൊവ്വാദോഷം ഉണ്ടോ? അപ്പോൾ അഥവാ ആരെങ്കിലും ചൊവ്വാദോഷം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സങ്കടത്തോടു കൂടിയാണ് വരിക. എന്തോ വലിയ ഒരു പാപം ചെയ്തതുപോലെയൊക്കെയാണ്. വ്യക്തിപരമായ ഒരു ജീവിതത്തിൽ ചൊവ്വാദോഷം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് യാതൊരു ദോഷവും ഇല്ല. അത് വിവാഹ ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് ഈ ചൊവ്വാദോഷം എന്ന വിഷയം നമ്മൾ എടുക്കേണ്ടി തന്നെ വരിക. അതിൽ തന്നെ ചൊവ്വയ്ക്ക് കുറേ കാര്യങ്ങൾ നോക്കിയാണ് ഈ ചൊവ്വാദോഷത്തിൻ്റെ ശക്തിയൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ ചൊവ്വയ്ക്ക് ശുഭഗ്രഹ ദൃഷ്ടിയോ യോഗം ഉണ്ടാവുക, അതുപോലെ ചൊവ്വ നിൽക്കുന്ന ക്ഷേത്രം ചരരാശി ആയിരിക്കുക, അതിന് സ്വക്ഷേത്ര ബലം ഉണ്ടാവുക, ഇങ്ങനെ കുറേ ഘടകങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ ഈ ചൊവ്വാദോഷം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ ഒരാളുടെ ജാതകം എടുത്താൽ 2, 4, 7, 8, 12 ഈ ഭാവങ്ങളിൽ ചൊവ്വ നിൽക്കുന്നുണ്ടെങ്കിലാണ് ചൊവ്വാദോഷം എന്ന് പറയാം. അതുപോലെ അതിനകത്ത് 7-ൽ 8-ൽ നിൽക്കുന്ന ചൊവ്വാദോഷമാണ് ഏറ്റവും ശക്തിയുള്ള അല്ലെങ്കിൽ ഏറ്റവും ദോഷമുള്ളതെന്ന് പറയണത്. അപ്പോൾ ചൊവ്വാദോഷം എന്നുള്ളത് അങ്ങനെ നമ്മൾ ഒരു ഭയക്കേണ്ട ഒരു വിഷയമൊന്നുമല്ല. ഒരുപാട് പേര് പറയാറുണ്ട് ഈ ചൊവ്വാദോഷം ഉള്ളതുകൊണ്ടാണ് കല്യാണം കഴിയാത്തത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് വിവാഹത്തിന് യോഗമായാൽ വിവാഹ സമയമാകുമ്പോൾ നിങ്ങളെ സ്വീകരിക്കേണ്ട ആൾ തന്നെ വന്നു ചേരും. അപ്പം ഇത് നമ്മൾ പുരാണങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഒരുവിധം എല്ലാവരും തൻ്റെ പൂർവ്വജന്മത്തിലെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ തന്നെയാണ് സ്വീകരിക്കുക. അത് ജന്മാന്തരങ്ങളായിട്ടുള്ള സഞ്ചാരമാണ്. അതിന് യോജിപ്പിക്കാൻ പ്രകൃതിക്ക് എന്തെങ്കിലും ചില നിയോഗങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ നമ്മൾ ഇതൊക്കെ കാണേണ്ടെന്ന് ആവശ്യമുള്ളൂ. ചിലപ്പോൾ ഒരു പ്രണയത്തിലൂടെ അതുപോലെ ചില പരിചയങ്ങളിലൂടെയൊക്കെ വിവാഹം വന്നു ചേരും. അപ്പോൾ ചൊവ്വാദോഷം അതിൻ്റെ ഇടയിൽ വന്നിട്ട് വലിയ വിഷയം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയൊന്നും വരുമ്പം ചൊവ്വാദോഷത്തെ ഭയക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം 7-ാം ഭാവത്തിൽ ചൊവ്വയുണ്ടാകുമ്പോൾ ആ 7-ാം ഭാവത്തോടുള്ള നമ്മളെ കാഴ്ചപ്പാടിനെ കാണിക്കുന്നതാണത്. ഇപ്പോൾ 7-ലും 8-ലൊക്കെ ചൊവ്വയുണ്ടെങ്കിൽ വളരെ വൈകാരികപരമായിട്ട് എപ്പോഴും ആ വിവാഹ ബന്ധത്തിൽ ആ ആൾ നമ്മളെ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം എന്നോ അല്ലെങ്കിൽ അയാൾ എപ്പോഴും എൻ്റെ കൂടെ വേണമെന്നോ ഇങ്ങനെയുള്ള ഒരു ആഗ്രഹം കൂടുതലായിരിക്കും. അപ്പം അതേ ആഗ്രഹമുള്ളയാളെ തന്നെ വേണം നമ്മൾ വിവാഹം കഴിക്കാൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ശുദ്ധജാതകക്കാരനാണ് കല്യാണം കഴിക്കണമെങ്കിൽ ഈ ശുദ്ധജാതകക്കാർക്ക് പൊതുവെ ആ ഭാവത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 7-ൽ ചൊവ്വയുള്ള പെൺകുട്ടിയാണെങ്കിൽ അതിന് ഭയങ്കര ശ്രദ്ധയായിരിക്കും. എപ്പോഴും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ആ ആൾ തീരെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പോൾ അവർ തമ്മിൽ എപ്പോഴും ചെറിയ ചെറിയ കലഹങ്ങളും പിണക്കങ്ങളും ഉണ്ടാവും. ഈ പിണക്കം വർദ്ധിപ്പിച്ചിട്ട് കലഹമായി മാറും. ആ കലഹത്തിൻ്റെ മൂർധന്യത്തിലാണ് ആയുർദോഷങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഈ കലഹം ഇല്ലാതിരിക്കണമെങ്കിൽ നല്ല മനപ്പൊരുത്തം ഉണ്ടാവുമോ, പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ചൊവ്വാദോഷത്തിൻ്റെ ശക്തി താരതമ്യേന കുറഞ്ഞിരിക്കും. നിങ്ങളുടെ ജീവിതം നിശ്ചയിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. എന്നാൽ ജാതകം നോക്കിയാൽ കുറേ കാഴ്ചപ്പാടുകളെയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് പരസ്പരം ആശയങ്ങൾ കൈമാറാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം കുറേ കൂടി സന്തോഷമുള്ളതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഇതിന് ഈശ്വരീയമായിട്ടൊരു മാർഗം ഞാൻ പറയുന്നത്, ഈ ചൊവ്വാദോഷം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാ ചൊവ്വാഴ്ചയും ദുർഗാ ഭഗവതിക്ക് ഒരു നെയ്വിളക്ക് കത്തിച്ച് വയ്ക്കുക, ഭഗവതിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദുർഗാ ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ പ്രയാസം കുറയും. അതുപോലെ ശിവനെ ഭജിക്കുക. നമ്മൾ ചൊവ്വയുടെ ദോഷം എന്ന് പറയുന്നത് ശരിക്കും വളരെ വൈകാരികപരമായിട്ടുള്ളൊരു ചിന്തയായിട്ടാണ് കാണാൻ. വളരെ വൈകാരികപരമായിട്ട് ഒരു കാര്യത്തിനെയും വിശാല മനസ്കതയോടുകൂടി കാണാൻ വേണ്ടിയിട്ട് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിനെയാണ് ഈ ചൊവ്വാദോഷം എന്ന് പറയുക. ശരിക്കും ഒന്നിനെയും വിശാലമായിട്ട് കാണാൻ സാധിക്കില്ല. എല്ലാത്തിനെയും നമ്മൾ ഇടുങ്ങിയ മനസ്സോടുകൂടി ചിന്തിക്കും. വളരെ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് തന്നില്ല, എന്നെ കണ്ടില്ല, എന്തുകൊണ്ട് തന്നില്ല, എന്തുകൊണ്ട് എന്നെ കണ്ടില്ല എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ലാണ്ട് പോകും. ചിലപ്പോൾ ഒന്ന് അതിലൂടെ കയറിപ്പോയി, എൻ്റെ അടുത്ത് മാത്രം വന്നില്ല, എന്നെ അന്വേഷിച്ചില്ല, ഇങ്ങനെയുള്ള വൈകാരിക ഭാവങ്ങളെല്ലാം ചൊവ്വയിൽ നിന്നുണ്ടാവും. അപ്പം അത് അയാൾ ആ പോകുന്ന വഴിയിലുണ്ടായ അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തെ കുറച്ചുകൂടി കൂടുതൽ ചിന്തിക്കാൻ പറ്റിയാൽ നിങ്ങളുടെ ജാതകത്തിലെ ചൊവ്വാദോഷത്തിൻ്റെ ശക്തി താരതമ്യേന കുറഞ്ഞിരിക്കും. അപ്പോൾ അതിന് നമ്മൾ കുറച്ചും കൂടി വിശാലമായിട്ട് ചിന്തിക്കണം. വിശാലമായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപാസിക്കേണ്ട ദേവതയാണ് സാക്ഷാൽ
മഹാദേവൻ. പരമേശ്വരനെ നമ്മൾ ഭജിച്ചാൽ നമുക്ക് കുറേ കൂടി ഹൃദയവിശാലത ഉണ്ടാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ ശിവഭഗവാന്റെ അനുഗ്രഹം കിട്ടും. അതിലൂടെ നിങ്ങൾക്ക് ഈ ചൊവ്വാദോഷത്തിൻ്റെ ശക്തി പൂർണ്ണമായിട്ടും തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ചൊവ്വാദോഷം ഒരു ഭയക്കേണ്ടുന്ന ഒരു ദോഷമല്ല. നമ്മളുടെ ജീവിതത്തിൽ യാദൃശ്ചികമായിട്ട് വന്നൊരു ഭാവം, അതിനെ നോക്കി മനസ്സിലാക്കി നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ പരിശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി വിജയം ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതേപോലെ ചൊവ്വാദോഷമുള്ള ആളെ തന്നെയല്ലേ നമുക്ക് വിവാഹം ആലോചിക്കുമ്പോൾ കിട്ടുക. അപ്പം ഒരേ ആറ്റിറ്റ്യൂഡുള്ള ആളെ തന്നെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടമൊന്നുമല്ല. ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറേ കൂടി സന്തോഷവും അതുപോലെ നമുക്കിഷ്ടപ്പെട്ട നമ്മളുടെ അതേ ചിന്താഗതിയുള്ള ഒരാളെ നമ്മൾക്ക് കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. ചൊവ്വാദോഷം എന്നത് വലിയൊരു പാപമൊന്നുമല്ല, അത് യാദൃശ്ചികമായിട്ട് വന്ന് സംഭവിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ദേവീനെയും മഹാദേവനെയും സ്മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം. ഇതുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കിതൊരു സമാധാനമാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.